വായിച്ചിട്ടുള്ളവരുണ്ടല്ലോ, ഇത് മാറ്റിവെച്ച്, അതായത് ഭാഗങ്ങൾ മാറ്റിവെക്കാൻ തന്നെ ഓട്ടോമാറ്റിക്കലി ഇത് മാറ്റിവെക്കാൻ പറ്റും. ഇത് വായിച്ച ശേഷമല്ല മാറ്റിവെക്കാൻ പറ്റും. അത് ഇത് കോടതി വായിച്ചില്ലേ? കോടതിയിൽ ഇത് നോക്കിയില്ലേ? ഇതെല്ലാം കഴിഞ്ഞിട്ടല്ലേ വിവരാവകാശ കമ്മീഷണർ, വിവരാവകാശ കമ്മീഷന്റെ അംഗങ്ങൾ ഇത് വായിച്ചില്ലേ? ഇത് എങ്ങനെയായാലും ഓരോ സൈഡിൽ നിന്നൊക്കെ ഇത് പുറത്ത് ചാടുമല്ലോ. ഇതിലെ മാന്യനായിട്ടുള്ള ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ജയസൂര്യയാണ്. നടൻ ജയസൂര്യയുടെ പേര് എവിടെയും പരാമർശിച്ചിട്ടില്ല. എവിടെയും ആർക്കും അദ്ദേഹത്തെ പറ്റി ഒരു പരാതിയില്ല എന്നുള്ള, ഒരു മനുഷ്യനും ആ വ്യക്തിയെ കുറിച്ച് ഒരു പരാതിയുമില്ല. പിന്നെ സത്യത്തിൽ അദ്ദേഹത്തിനെയാണ് ഇവരെല്ലാവരും കൂടെ കൊടുക്കാൻ ശ്രമിക്കേണ്ടത്. അദ്ദേഹം ഈ പൊതുവിഷയങ്ങളെല്ലാം പോയി ഇടപെട്ടുകളയും. എല്ലാ വിഷയത്തിലും പോയി ഇടപെട്ടുകളയും. പണ്ട് ഞാനിവിടെ ഈ ചിക്കനിൽ ഉണ്ടാകുന്ന ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗത്തെക്കുറിച്ച് നമ്മളറിയാതെ നമ്മുടെ ശരീരത്തിൽ ആന്റിബയോട്ടിക് എത്തുന്നു എന്ന് പറഞ്ഞൊരു വാർത്ത ചെയ്തപ്പോൾ അത് വളരെ കുറച്ച് പേരെ കണ്ടത്, 1,00,000 പേരെ കണ്ടെന്ന് തോന്നുന്നു. 1,00,000 പേര് കണ്ട വാർത്ത പെട്ടെന്ന് ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞ് ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അത് 10 ലക്ഷം കഴിഞ്ഞു, 1 മില്യൺ ഒക്കെ കഴിഞ്ഞു പോയിരിക്കുന്നു. സംഭവം ഇദ്ദേഹം ഇതെടുത്ത് ഷെയർ ചെയ്തു. ഇദ്ദേഹം ഈ വാർത്ത എടുത്ത് ഷെയർ ചെയ്തു. അതുപോലെ ഈ തൃപ്പൂണിത്തറയിൽ അറിയാമോ,